ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നത്. ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നതും സംസാരിക്കുന്നതും. അപ്പം കാളമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനക്ക്. നീ ചിരിപ്പിക്കല്ലേ? അതിലാ ഇത് ഇടാൻ സൗകര്യമില്ലേ സാരിക്കാരെന്ത് പറയുന്നതൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വിഷമം തോന്നിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും ജീവിതത്തിൽ? അക്ഷയ്ക്ക് പ്രണയങ്ങൾ എന്തെങ്കിലും? അപ്പൊ പറ എന്തെങ്കിലും. ഒരു ചെറുതായിട്ട് പറഞ്ഞപ്പോ ഒരു പൊട്ടി പൊളിച്ച് വന്നുണ്ട്. ഹലോ, ഇറ്റ്സ് മീ സ്നേഹ. ഫെയിം സ്റ്റെപ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് കോമിക്സ് പിയർ എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് മുഖങ്ങളാണ്, അക്ഷയ് ആൻഡ് അമ്മമ്മ. വെൽക്കം ടു ദ ഷോ. അമ്മമ്മ, എന്തൊക്കെയാണ് വിശേഷം? സുഖാണോ? സുഖാണ്, നല്ല വിശേഷം. ആരോഗ്യമൊക്കെ എങ്ങനെ പോകുന്നു? ആരോഗ്യമൊക്കെ തകയില്ല, നന്നായിരിക്കട്ടെ. അക്ഷയ്, എന്താണ് വിശേഷം? പുതിയ വീഡിയോയുടെ പണിപ്പുരയിൽ വല്ല ആണോ? ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാണ് വന്നത്. ഓക്കെ, കാണാം. ഇപ്പൊ ഓണമൊക്കെ ആയിട്ട് 2-3 വീഡിയോ പെട്ടെന്ന് ഇടണം. ഓക്കെ, നിങ്ങൾ യൂട്യൂബാണോ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അതോ ഇൻസ്റ്റാഗ്രാം? അല്ല, യൂട്യൂബാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം ടിക്ടോക്ക് ആയിരുന്നു. ടിക്ടോക്കില് വീഡിയോ ഇട്ടിരുന്നത് ടിക്ടോക്ക് ബാനായി സമയത്ത് നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയാൻ പാടില്ലാത്ത ഒരു സമയത്താണ് പിന്നെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും എല്ലാം നമ്മൾ പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയത്. ഫസ്റ്റ് യൂട്യൂബിൽ തന്നെ റീച്ച് ആയിട്ടാണോ ഇൻസ്റ്റാഗ്രാമിലോട്ട് വന്നത് അതോ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ആയതിനു ശേഷം ചാനൽ തുടങ്ങുന്നത്? ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം റീച്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളതിൻ്റെ അത്ര ഉണ്ടെന്ന് ഞാൻ പറയില്ല, എന്നാലും അത്യാവശ്യം ആളുകളിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷെ അതിൽ കൂടുതൽ റീച്ച് ഉണ്ടായിരുന്നത് യൂട്യൂബിലാണ്. ആ പ്രളയം വന്ന സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബ് കൊണ്ട് ഏറ്റവും കൂടുതൽ യൂസ് ഉണ്ടായതാണ് ഞങ്ങൾക്ക്. ഈ ഒരു കോമിക്സ് പിയർ എന്നൊരു നെയിം എങ്ങനെയാണ് നിങ്ങൾ ചൂസ് ചെയ്തത്? അത് കൂടുതലും ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ഈ സ്പൈഡർമാൻ, സൂപ്പർമാൻ അങ്ങനെയുള്ള കുറേ കോമിക്കായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഈ കോമിക് എന്നുള്ള അതിൻ്റെ അർത്ഥം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കോമഡി എന്നുള്ളൊരു അർത്ഥവും എനിക്ക് കിട്ടി. അപ്പോൾ ഇത് രണ്ടും ആപ്റ്റാണ് എനിക്ക്. പിന്നെ കോമിക്സ് പിയർ എന്നൊരു പേര് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് കോമഡി കുന്തം, അതായത് അത് വെച്ച് മറ്റേ പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് ഇറക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കുറേ വീഡിയോസിൽ കോമഡി ഞാൻ കണ്ടു. അമ്മാമ്മ അതിൽ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. എന്തുണ്ട് പറ, വിശേഷങ്ങൾ പറയൂ. എങ്ങനെയാ അമ്മാമ്മ നിങ്ങളുടെ വീഡിയോയിലോട്ട് എത്തിപ്പെടുന്നത്? അമ്മാമ്മ വന്നത് അമ്മാമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റിയപ്പോൾ കാല് വയ്യാണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നേ. അപ്പോൾ ഒരു ദിവസം വീട്ടിൽ വന്ന സമയത്ത് ഞാൻ മറ്റേ പാണ്ടിപ്പട സിനിമയിലൊരു ഡയലോഗ് പറയിപ്പിച്ച്, അപ്പോൾ നാരങ്ങ അച്ചാർ എടുക്കട്ടെ. അപ്പോൾ നാരങ്ങ അച്ചാറ് ഇതേ തള്ളേ, വായിൽ പല്ലുണ്ടായിരുന്നെങ്കിൽ അടിച്ച് ഞാൻ പല്ലുമാക അച്ചാർ ഉണ്ടാക്കിയാൽ ഓൾഡ് മാങ്ക പിക്കിൾസേ എന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഡബ് സ്മാഷ് ടിക്ടോക്ക് വഴി ഞാൻ ചെയ്യിപ്പിച്ചത്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ പുള്ളിക്കാരി വീഡിയോയിൽ എൻ്റെ ഓൺ വോയിസിൽ അഭിനയിച്ചു. കുടുംബശ്രീ തങ്കമണി എന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ ചെയ്തു. അത് ഈ ഒളിച്ചിരുന്ന് പരദൂഷണം പറയുന്ന ഒരു ടൈപ്പാണ്. അതൊക്കെ ചെയ്തപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നീട് ഞാൻ ത്രൂ ഔട്ട് എല്ലാം ഓരോ റോളൊക്കെ കൊടുത്തു. ഇഷ്ടമാണോ അങ്ങനെ വീഡിയോ ചെയ്യാൻ? അമ്മക്ക് ഇഷ്ടമാണോ വീഡിയോ ഒക്കെ ചെയ്യാൻ? അതൊരു ചെറിയൊരു ചാമ്പല് പോലെ തോന്നിയായിരുന്നു, ഒരു നാണക്കേട് പോലെ. ഇപ്പൊ എന്താ തോന്നുന്നില്ല? ഇപ്പൊ ശീലായി അല്ലേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കൊറേ എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചല്ലോ. ഞാൻ കണ്ടു, കൊറേ വീഡിയോസ് കണ്ടായിരുന്നു. ഇഷ്ടംപോലെ ഫാൻസ് ഒക്കെ ഉണ്ടാവല്ലോ. ആർക്കാ ഫാൻസ് കൂടുതൽ? അമ്മാമ്മക്കാണോ? അമ്മയ്ക്കാണ്. അങ്ങനെ തന്നെ ആയിരിക്കും. ഇനിയും ഒരുപാട് വീഡിയോകൾ ചെയ്യായിരിക്കുമല്ലോ. ചെയ്യും. പുള്ളിക്കാരിക്ക് ഇൻട്രസ്റ്റ്. എൻ്റെ അടുത്ത് ഒരു 2 വീഡിയോ ഒക്കെ അഭിനയിച്ച് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു 2-3 വീഡിയോ ഒക്കെ പുള്ളിക്കാരി ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കും, എന്താ ഇപ്പോൾ അടുത്ത വീഡിയോ നിൽക്കണ്ടേ, ഞാനുണ്ടാ അപ്പോൾ ഞാൻ പറയും അടുത്ത വീഡിയോ മറ്റതിലില്ല, അത് കഴിഞ്ഞിട്ട് 2-3 കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്, അതിനകത്ത് അമ്മ ഉണ്ടാവും. ആണോ, അതിലെന്താ എൻ്റെ വേഷം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എന്ത് പറഞ്ഞാലും പിന്നെ പുള്ളിക്കാരി പഠിക്കും. നാളെ എന്ത് എടുക്കണേ അത് ഒന്ന് പറഞ്ഞു തന്നെ, അപ്പൊ എന്താ ചെയ്യണ്ടേന്നുള്ളത് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഈ കണ്ടന്റ് ഒക്കെ എങ്ങനെ നിങ്ങൾ തന്നെ? എനിക്ക് പ്രത്യേകിച്ച് ഒരു പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. ഒരു നാടിനെ മൊത്തം ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഞാൻ കണ്ടു വീഡിയോസിൽ ഒരുപാട് ആൾക്കാർ. ആരൊക്കെ അതൊക്കെ? അത് എൻ്റെ അച്ഛൻ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത് അച്ഛൻ്റെ കൂട്ടുകാരനാണ്. അടിപൊളി. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഇതേപോലെ പുള്ളിക്ക് ഷോപ്പാണ് സ്വന്തമായിട്ട് ഈ ഹോം അപ്ലയൻസസിൻ്റെ. അപ്പം പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്നിങ്ങനെ ചോദിച്ചു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വിളിക്കേ എന്നൊക്കെ പറഞ്ഞ് പുള്ളി അഭിനയിച്ചു. പുള്ളിക്ക് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റാണ് അഭിനയിക്കാനൊക്കെ. എൻ്റെ അടുത്ത് ചോദിക്കും, എടാ എപ്പോഴും കോമഡിയാണ്, എനിക്ക് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റ് താട്ടെ
അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ നാട്ടില് ഒരുവിധപ്പെട്ട എല്ലാവരും എൻ്റെ വീട്ടിൽ അഭിനയിക്കുന്നുണ്ട്. റേഷൻ കട നടത്തുന്ന ഏട്ടനായാലും, കട നടത്തുന്ന ഏട്ടനായാലും, ഓട്ടോ ഓടിക്കുന്ന ഏട്ടനായാലും, ടാക്സി ഓടിക്കുന്ന ഏട്ടനായാലും, പിന്നെ വഴി കൂടെ പോകുന്ന ആൾക്കാരായാലും എല്ലാവരും. ആർക്ക് അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതിയാവില്ല. അല്ല, അവര് ചിലവരൊക്കെ വീഡിയോ ഇറങ്ങി കഴിയുമ്പോഴാണ് കാണുന്നത്. നല്ല അഭിനയോ. കാരണം എല്ലാവരും ഉണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്, ചേട്ടനുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, കുടുംബമുണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. ആർക്കും പരാതിയൊന്നുമില്ല, എല്ലാവരും അഭിനയിപ്പിക്കുന്നത്. എനിക്ക് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് ഒരു നാട്ടിൽ ഇത്രയും നല്ല നടന്മാര് ഉണ്ടായെന്നുള്ളത്. ഇത്രയും പേരെ കണ്ടുപിടിച്ചെങ്കിലും അത് അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണുള്ളൂ. അതായത് ചേട്ടാ ഇങ്ങനെ അഭിനയിക്കണോട്ടാ, ഒറ്റ ടേക്ക് മതി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കാൻ. എനിക്കും അമ്മക്കൊക്കെ ചിലപ്പോൾ ഒരു 4-5 ടേക്ക് വേണമെങ്കിലും അവരൊറ്റ ടേക്കിലും ഓക്കെയാ. എല്ലാവർക്കും അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് അതിനൊരു പ്ലാറ്റ്ഫോം കിട്ടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. കഴിവൊക്കെ അഭിനയിക്കാനായിട്ട് കഴിവുണ്ട് അവർക്ക്, ആഗ്രഹം മാത്രമല്ല കഴിവുണ്ട്. ചോദിച്ചു വാങ്ങിക്കും. ഞാൻ ഒന്ന് എന്റെ നാടിന്റെ പേര് കിഴിമാടെന്നാ. അപ്പൊ ഞാനങ്ങനെ ഒരു ബൈക്ക് ഇങ്ങനെ ബുള്ളറ്റാ, അപ്പൊ അത് കൊടുത്തിട്ട് വണ്ടി ഇങ്ങനെ ഓടിച്ച് പോകുമ്പോ ആൾക്കാരെ കാണുമ്പോൾ പറയും എന്തെങ്കിലും റോൾ നീ വിളിക്കണേ, അല്ലെങ്കിൽ അടുത്ത ക്യാരക്ടർ എന്തെങ്കിലും നീ വിളിക്കണേ എന്നൊക്കെ പറയും. എനിക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ അത് കാണാറുണ്ട് കേട്ടോ എല്ലാം. അത് ഭയങ്കര, സത്യം പറഞ്ഞത് ഭയങ്കര ഹാപ്പിനെസ് അല്ലേ. ഇത്രയും പേരുടെ ഉള്ളിലൊരു സന്തോഷം, അവർക്കൊരു കഴിവ് കാണിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം താൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നും, വലിയ കാര്യം തന്നെയാണ്. അമ്മമ്മക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു? ഈ വീഡിയോസിലൊക്കെ ചെയ്യുമ്പോൾ യൂട്യൂബിൽ നിന്നൊക്കെ അത്യാവശ്യം വരുമാനമൊക്കെ കിട്ടുന്നുണ്ടാവുമല്ലോ, അപ്പോൾ ഗിഫ്റ്റ് ഒക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാറുണ്ട്? തരാറുണ്ടോ? തരാറുണ്ടോ? അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യൂല. തരുമല്ലേ? എന്റെ എല്ലാ കാര്യങ്ങളും നോക്കും. എന്തോ എല്ലാ കാര്യങ്ങളൊന്നുമില്ല. മാസം 80 രൂപ 90 രൂപയ്ക്ക് പ്രഷറിന്റെ ഗുളിക മാത്രം മാറ്റി. അല്ല, എന്നെ ഞാൻ പെരുമ്പാവൂർ താമസിച്ചിരുന്നു. എന്നെ പെരുമ്പാവൂരിൽ വിളിച്ചോണ്ട് വന്നു. അമ്മാമ്മയും കൂടെ വാങ്ങുമ്പോൾ വിളിച്ചോണ്ട് വന്നു, ഇവിടെ താമസിപ്പിച്ചു. എനിക്ക് ഒരു അമ്പലത്തിൽ പോകുമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്നും പോകുമോ, ഒന്നും നമുക്ക് വേറെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങാന്നൊക്കെ എന്നെ എല്ലായിടത്തും പോകും. മസാല ദോശ അതൊന്നും അല്ല, എനിക്ക് ശിവന്റെ അമ്പലത്തിൽ പോണത് ഇഷ്ടം. ശിവനാണ് എന്റെ ഭക്തിയാണ്. അപ്പൊ ആലുവ അമ്പലത്തിൽ, മണപ്പുറത്ത് അമ്പലത്തില് പോകും ഞങ്ങള് പോകും. അപ്പൊ ഞങ്ങള് അതിലെ അന്നപൂർണ്ണ കയറും. അന്നപൂർണ്ണ കയറി മസാല ദോശ കഴിച്ചിട്ടാണ്. ഇപ്പൊ നീ പോകുന്നത് മസാല ദോശ കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. എവിടെയും പോകും, ഞാനും അവനും കൂടെ എവിടെയും പോകും. ഓക്കെ. സിനിമയിലൊക്കെ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയ തകർക്കും. പോവില്ലേ? കിട്ടിയാല് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ ആഗ്രഹം എന്റെ പിള്ളേർക്ക് കിട്ടണമെന്നല്ലേ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അതെ, ഞാന് പിന്നെ അതെ. അല്ല, അക്ഷയ് എന്തോ മൂവിയിൽ അഭിനയിച്ചു ഞാനൊരു എവിടെയോ ഇങ്ങനെ കേട്ടായിരുന്നല്ലോ. ഞാന് മെയിനായിട്ട് ഞാൻ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കണ്ണടയ്ക്കാൻ പാടില്ല, കണ്ണടച്ചാ പോകും എന്റെ സീൻ. എന്റെ തിയേറ്ററിലേക്ക് എന്നിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് കണ്ണടയ്ക്കാതെ അത് ഇപ്പൊ ഒരു സീൻ എന്നൊക്കെ പറയും. ചിലപ്പോ കണ്ണടയ്ക്കാണ്ട് നോക്കിയിരുന്നാലും കാണൂല. കാരണം ഡബ്ബൊക്കെ ചെയ്തിട്ട് ഇറങ്ങേണ്ട പടമാണ്, ഡബ്ബൊക്കെ ചെയ്യാൻ പോയതാ. പക്ഷെ അത് കഴിയുമ്പോ ആ സീൻ കട്ടില്ല. ഇപ്പൊ ഞാനിപ്പോ അവസാനം അഭിനയിച്ചത് ആരോമലിന്റെ ആദ്യത്തെ പ്രണയം എന്ന് പറഞ്ഞൊരു സിനിമ. അതിനും വലിയ ട്രാജഡി ആയി പോയി. അത് തിയേറ്ററിലാകെ വന്നത് എറണാകുളത്ത് നമ്മുടെ വനിതാ വിനീത തിയേറ്ററിൽ വന്നു. ഞാൻ സ്കൂളിലൊക്കെ പോയി പറഞ്ഞു, എൻ്റെ സ്കൂളിൽ എല്ലാ ക്ലാസ്സിലും കയറി. LKG മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ എല്ലാ ക്ലാസ്സിലും കയറി പറഞ്ഞു സിനിമ എൻ്റെ കാണണം. ആ തിയേറ്ററിൽ വന്നുമില്ല. ഭയങ്കര ഒരു സങ്കടം ഇപ്പൊ എനിക്ക്. കുഴപ്പമില്ല, നല്ല അവസരങ്ങൾ സിനിമ കിട്ടാൻ ആഗ്രഹിക്കുന്ന കാണാനും ഭയങ്കര ആഗ്രഹമുണ്ട്. ആക്ച്വലി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അങ്ങനൊരു ഇതിലാണ്. അതായത് ഞാൻ ഒരുപാട് ആൾക്കാരുടെ ചാൻസ് വെച്ച് നടന്നതാണ്. ഞാൻ കണ്ടൊരു കമന്റ്, മറ്റേ ഇപ്പൊ എല്ലായിടത്തും പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടിയത് നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്താം. അങ്ങനെ ദൂരം പേര് നമ്മൾ സിനിമയിൽ കയറിയേക്കണം. ഇപ്പൊ ജോജു ചേട്ടനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ സ്ട്രഗിളിന്റെ ഒന്നും പകുതി പോലും ഞാൻ ചെയ്തിട്ടില്ല. പുള്ളിക്ക് എന്താ പറയുക, എന്തോരം സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പുള്ളി അഭിനയിച്ചേക്കണു. ഞാൻ ഇപ്പോഴും നമ്മളൊരു സിനിമ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പഴയ പടങ്ങൾ കാണുമ്പോൾ നമ്മളായിരിക്കും അത് ജോജു ചേട്ടനല്ലേ. പുള്ളിയുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. ഇന്നാള് മനസ്സിലാക്കാത്ത സിനിമ കണ്ടപ്പോ അതിനകത്ത് പുള്ളി കണ്ടപ്പോ ഇത് ജോജു അല്ലേ. അത്രയും വർഷമായിട്ട് ഞാനൊന്നും ഒന്നുമല്ല. ആക്ച്വലി ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിയത് ഷോർട്ട് ഫിലിം എടുക്കുമ്പോൾ പോലും ഞാൻ കൂട്ടാനോട് ചോദിച്ചിട്ടുണ്ട്, എടാ എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് തന്നെ തരില്ല എനിക്ക്. അപ്പൊ അതൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായിട്ടുണ്ട്.
മനസ്സിലായി. ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ല, ഒരു വീഡിയോ എടുത്ത് എങ്ങനെ ക്യാമറ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഇപ്പൊ അതെല്ലാം ഇപ്പൊ ഞാനാണ്. എനിക്ക് സ്വന്തമായിട്ട് ക്യാമറമാൻ ഉണ്ട് കേട്ടോ, സ്വന്തമായിട്ട് ക്യാമറ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാം അറിയാം. ഞാൻ തന്നെയാണ് കഥ ഉണ്ടാക്കണത്, എഡിറ്റ് ചെയ്യണത് എല്ലാം. അങ്ങനെ തന്നെയാണ്. വലിയ അത്ഭുതമൊന്നും. കാരണം സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട്. ആദ്യം മെയിനായിട്ട് പറയേണ്ടത് കുടുംബം. ഇപ്പൊ എനിക്ക് 25 വയസ്സായി. എനിക്കറിയില്ല വേറെ ഫാമിലി ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇതേപോലെ വീട്ടിൽ തന്നെ ഇങ്ങനെ കുത്തിയിരുന്ന് ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വീട്ടുകാരോട് ഞാൻ ഗെയിം കളിക്കണമെന്നാ എഡിറ്റ് ചെയ്യണമെന്നറിയാം. അപ്പൊ അങ്ങനെ കുറെ ഇതൊക്കെ. പക്ഷെ ഈ ഒരു ഏജിലും ഭയങ്കര സപ്പോർട്ടാണ് എന്നെ. അത് അവർക്കൊരു പ്രതീക്ഷ ഉണ്ട്, നാളെ എന്തെങ്കിലും അതാണ് ഏറ്റവും വാലടിച്ചിരിക്കുമ്പോ നമുക്കറിയാം അത് ഇന്നത് ചെയ്യാനാണ് ഇരിക്കണേ. അല്ല, എൻ്റെ യൂട്യൂബ് ചാനൽ കൊണ്ട് ഏറ്റവും ഒരു ലക്ഷ്യം ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് പ്ലാറ്റ്ഫോം ഇല്ലാണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്താണ് എൻ്റെ കോമിക്സ് സ്പിയർ എന്ന് പറയുന്നത്. എൻ്റെ നാട്ടിൽ കഴിവുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. ഇപ്പം എൻ്റെ വീഡിയോയിൽ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ അടുത്ത് ചോദിക്കും ഒരുപാട് കാര്യം, ബ്രോയുടെ വീഡിയോയിൽ ഒരു ചാൻസ് എങ്കിൽ തരും. ഞാനടുത്ത് പറയും വന്നോളൂ, നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം, വീഡിയോസ് ചെയ്യാം. എൻ്റെ കൂടെ അഭിനയിക്കുന്ന കൂട്ടുകാർ ഇപ്പോൾ പലരും, ഇപ്പം എൻ്റെ അനിയൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ ഇപ്പോൾ ചാനലിൽ മെയിനായിട്ട് അഭിനയിക്കുന്നുണ്ട്. നല്ല കഴിവുള്ള പിള്ളേരുണ്ട്, നല്ല കഴിവുള്ള പിള്ളേർ. പക്ഷേ അവർക്ക് അഭിനയിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായില്ല. എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ നിരന്തരമായിട്ട് ക്യാരക്ടറുകൾ നല്ല റോളുകൾ അഭിനയിക്കുന്നുണ്ട് അവർ. അവർക്കൊരു പ്രതീക്ഷയല്ലേ, പക്ഷേ അടുത്തൊന്ന് പറഞ്ഞാലും പക്ഷേ വിളിക്കും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടല്ലോ അവർ വരുന്നത് തന്നെ. കാരണം ഞാനും ഉദ്ദേശിക്കണത് എൻ്റെ വീഡിയോ വഴി അവർ ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷമാണ് ഞാൻ. തീർച്ചയായിട്ടും അവരൊരിക്കലും അക്ഷയം മറക്കില്ലല്ലോ. അതെ, അല്ല മറക്കൊന്നും നമുക്കറിയാൻ പാടില്ല. കാരണം സിനിമ എന്ന് പറയുന്നത് തന്നെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അമ്മായി കിട്ടിയാലോ പോവില്ലേ? കുറച്ചുകൂടി ഇഷ്ടം സീരിയലാണെന്ന് തോന്നണേ. സീരിയലാണോ ഇഷ്ടം? കുറച്ചുകൂടെ നെഗറ്റീവ് റോളുകൾ ചെയ്യാനാണോ ഇഷ്ടം? നെഗറ്റീവ് റോൾ എല്ലാം ചെയ്യും, എല്ലാം. എന്തോടും മേരി ചേച്ചിയൊക്കെ പോലത്തെ ആ ഒരു റോളൊക്കെ എനിക്ക് പറ്റും എന്നൊക്കെ പറയാം. കിട്ടുന്നുണ്ടേ, അതൊക്കെ ചെയ്തോളൂ അല്ലേ? കിട്ടട്ടെ. സീരിയലോ സിനിമ എവിടെയാണ് പഠിക്കും ക്യാരക്ടർ. ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെ ചെയ്യട്ടെ. ഞാൻ പറയാം അമ്മമ്മേ നാളെ വീഡിയോ ഉണ്ട്, അമ്മമ്മ അത് ഇങ്ങനെ ഒരു പാട്ട് പഠിക്കണം. പണ്ട് മുതൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് അഭിനയം ഒന്നുമില്ല. ഇതിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എത്ര വയസ്സിലെ കല്യാണം കഴിഞ്ഞ്? 20 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. 20 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. ആലുവ കിഴക്കേ കടുങ്ങല്ലൂർ എൻ്റെ വീട്, കടുങ്ങല്ലൂർ അമ്പലത്തിന്റെ അടുത്ത്. പിന്നെ അവിടെ നിന്ന് ജേണി എന്ന് പറയുന്നത് പിന്നെ പെരുമ്പാവൂർ കല്യാണം കഴിച്ചു കൊടുന്നു. അവിടെ കൃഷിയാണ്, കൃഷി ഭയങ്കര കൃഷിക്കാരും ചെയ്യാത്ത പശു, നെൽകൃഷി, പച്ചക്കറി കൃഷി, സ്ഥലമൊക്കെ ഉണ്ട്. കൃഷിയാണ്. ഇപ്പൊ അവിടെ തറവാടാണ് അത്. അവിടെ വന്നാൽ ഇതിനെ കാണാൻ കിട്ടല് പൊതുവെ കുറവാ. ഇപ്പൊ എവിടെ നോക്കിക്കഴിഞ്ഞാല് തൊഴുത്തിലായിരിക്കാം, അല്ലെങ്കിൽ പശുവിന് വൈക്കോലും പുല്ലൊക്കെ വാരാനായിട്ട് പോയതായിരിക്കാം, കണ്ടത്തിലായിരിക്കാം. അങ്ങനെയാണ് എപ്പോഴും. ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. പാടത്താണ്, പാടത്തിന്റെ അവിടെയാണ് ഞങ്ങളുടെ വീട്. താഴത്തേക്ക് നമുക്ക് പാടമാണ്. പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ഉണ്ട്, പുരുഷോത്തമൻ എന്നാണ് പേര്. പുള്ളിക്കാരൻ മറ്റേ ഈ ശ്വാസം മുട്ട് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ മരിച്ചുപോയി. 11 ആ. പക്ഷെ പുള്ളിക്കാരൻ്റെ കഴിവ്, പുള്ളിക്കാരൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അമ്മാമ്മയ്ക്ക് വലുതപ്പോൾ പുള്ളിക്കാരനായാനേട്ടോ. അത് ഞാൻ എപ്പോഴും പറയാൻ പുള്ളിയുടെ കയ്യിൽ ഒരു വടി കിട്ടിയാൽ പോലും ഉണ്ടല്ലോ, ആ വടി വെച്ച് പുള്ളി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പണിയല്ലേ, പശുവിന്റെ പണിയും കൃഷിപ്പണിയും അടുക്കള പണിയും ഒക്കെ നമുക്കുണ്ടല്ലോ. ഇപ്പൊ എന്തായി അഭിനയിക്കല്ലേ? ഇപ്പൊ അങ്ങനെ വേറെ പണിയൊന്നും. എനിക്ക് കാല് നടുവൊക്കെ കുടുംബശ്രീയും തൊഴിലുറപ്പും എല്ലാത്തിലും ഉണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ ഈ കാല് ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി നടക്കുള്ളൂ. അത് വെച്ചോണ്ട് ഞാൻ എന്തെങ്കിലും പണി ചെയ്യട്ടെന്ന് പറയണേ എൻ്റെ അടുത്ത്. എന്ത് പണി ചെയ്യാനാ? എന്ത് പണി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? പറഞ്ഞ എനിക്ക് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല. വെറുതെ ഇരിക്കുന്നില്ല, ഡെയിലി വീഡിയോ ഇറക്കുന്നില്ലേ? പിന്നെന്താ? പിന്നെ ഈ ഇഷ്ടമുള്ള കാര്യമല്ലേ അഭിനയിക്കാൻ? ഇപ്പൊ എനിക്കത് ഇഷ്ടമായില്ലോ. നമ്മളിഷ്ടം പോലെ പണി എടുത്തോണ്ടിരുന്ന വെച്ചാൽ നമുക്ക് പണി എടുക്കാണ്ടിരിക്കാൻ സമയം പോണ്ടേ, നമ്മുടെ സമയം പോണ്ടേ. അത്രയും വയസ്സ് 20 വയസ്സ് മുതല് പിന്നെ ഇങ്ങോട്ട് ഉള്ള ഒരു 73 വയസ്സ് വരെ 73ാമത്തെ പിറന്നാള് ഈ മാസമായിരുന്നു. ഈ മാസം കഴിഞ്ഞു. ആ ഒരു ജേണിയിൽ പുള്ളിക്കാരി ഫുൾ ഹാർഡ് വർക്കാ. പുള്ളിക്കാരി വെറുതെ ഇരിക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും. ഇപ്പൊ വെറുതെ ഇരിക്കുമ്പോ അടുക്കളയൊക്കെ പോയിട്ട് അമ്മ പറയും എന്തെങ്കിലും തന്നിട്ട് ചെയ്യിക്കൂല.
എനിക്ക് എൻ്റെ അമ്മച്ചി ഓർമ്മ വന്നു. എൻ്റെ അമ്മയടുത്ത് ഇങ്ങനെ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് അറിയാൻ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് മടുത്തെന്നൊക്കെ പറയുന്നത് എനിക്ക് ഓർമ്മ വരുന്നു. അതെ, എന്തെങ്കിലും അറിയാൻ തരുവുള്ളൂ, അല്ലാതെ എന്നെ കൂടെ ഒന്നും ചെയ്യിക്കില്ല. അറിയാൻ, അല്ലാതെ നമുക്കൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റൂല. ഒന്നും ചെയ്യണ്ട, അഭിനയിക്കുക. ഇതിലൊരുപാട് ഹാപ്പി അല്ലേ രണ്ടുപേരും? അതെ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഒരു പാഷൻ പ്രൊഫഷൻ അതാണ്. അതിലോട്ട് എത്തിപ്പെടുന്നതിന്റെ ഒരു സന്തോഷം ഉണ്ടാവില്ലേ? അതിനകത്തേക്ക് എത്തിപ്പെടാന്ന് പറഞ്ഞാല് സിനിമയാണ് എൻ്റെ ലക്ഷ്യം. വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് സക്സസ് ആയില്ല. നമ്മുടെ കയ്യിൽ വന്നിട്ട് പോവാന്ന് പറയൂലേ, ആ രീതിയിലാണ്. അതേപോലെ പോണു. ഒരുപാട് പേര് ഞാനൊരു സിനിമയുടെ പൂജയ്ക്ക് പോയതാ. സിനിമയുടെ പേര് വെളിപ്പെടുത്തുന്നത് മോശമുള്ളൂ. പറയണ്ട. സിനിമയ്ക്ക് പൂജയ്ക്ക് പോയതാ. അത് പോയി അവിടെ പോയി കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞ് ദൈവം തന്നതാണ്, നമുക്ക് മഞ്ഞൾപ്പാറ നിറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. എവിടെയായിരുന്നു ഷൂട്ട്? നമ്മുടെ മഞ്ഞൾപ്പറയൊക്കെ നിർമ്മിച്ചു. ഞാൻ എപ്പോഴും നിരന്തരമായിട്ട് അവിടുത്തെ പ്രൊഡ്യൂസറാണ്. പുള്ളിയായിട്ട് നിരന്തരം കോണ്ടാക്ട് ഉണ്ടായി. പുള്ളിക്കാരെ എപ്പോഴും വിളിക്കും. അത് കഴിഞ്ഞപ്പോൾ ആയിട്ടില്ലാന്നൊക്കെ പറയും. ഇൻസ്റ്റാഗ്രാമോ തുറന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഷൂട്ട് നടക്കണമായിട്ട് ഞാൻ അറിഞ്ഞു. അതിൻ്റെ പ്രൊമോഷൻ നടക്കാം. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ വിളിച്ചിട്ട് പുള്ളി ഫോൺ എടുക്കണില്ല. ലാസ്റ്റ് ഒരു ഡയറക്ടർ ഇതിൻ്റെ പോസ്റ്റ് ഇട്ട്, സിനിമ ലൊക്കേഷൻ്റെ പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ എൻ്റെ താഴെ കൊണ്ട് കമൻറ്റ് ഇട്ടു. എൻ്റെ ഫുൾ കഥ ഞാൻ ഇട്ടു. അതായത് ഞാൻ ഇതിൻ്റെ പൂജയ്ക്ക് വന്നാണ്, എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായത്, ഞാൻ എല്ലാ പരിപാടി അറ്റൻഡ് ചെയ്തതാണ്, എന്നെ എന്താ പറയുക എനിക്കൊരു റോളും ഇല്ല, നിങ്ങൾക്ക് തന്നില്ല, എന്നെ ഇങ്ങനെ ഇതാക്കിയതൊക്കെ പറഞ്ഞിട്ട്. അത് കണ്ടിട്ട് എൻ്റെ വീഡിയോസാണ് ഒരുപാട് കൂട്ടുകാരന്മാർ, അതായത് വീഡിയോസാണ് ഒരുപാട് കുട്ടികൾ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വന്നിട്ട് ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇട്ടു, റിപ്ലൈ കൊടുത്തു. ബ്രോനെ ചതിച്ച സിനിമയാണോ ബ്രോ? ഇത് സിനിമ ഇറങ്ങിയോ? സിനിമ ഇറങ്ങി, പക്ഷെ സിനിമ കത്തിയില്ല. അത് ഇതായി പടത്തിന്റെ ഒരു ഇത് എനിക്കറിയാം. ഞാൻ കണ്ടില്ല പടം ഫ്ലോപ്പായി പോയി. പക്ഷെ എനിക്ക് അതുകൊണ്ട് സങ്കടമുണ്ട്. കാരണം ആ ഒരാളുടെ അധ്വാനമല്ല പടം. ആ ഒരാളുടെ അധ്വാനത്തിന് പുറമെ ഒരു സിനിമ ഇറങ്ങണമെങ്കിൽ ഒരുപാട് പേരുടെ പ്രയത്നം. ആ ഒരു സിനിമേനെ നമ്മൾ അടിച്ച് ആക്ഷേപിക്കരുത്. സിനിമ മോശമാണെന്ന് ആൾക്കാർ പറയാനായിട്ട് ഇപ്പൊ എന്തോരം നല്ല പടങ്ങള് ഇപ്പൊ ആ സമയത്ത് ഇറങ്ങിയപ്പോ പൊട്ടിപ്പോയ പടങ്ങൾ ഇപ്പൊ ചിലപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ദേവദൂതൻ. അയ്യോ സത്യം അല്ലേ? ആ ഒരു അത് കാലം മാറി സഞ്ചരിച്ചൊരു പടം. സത്യം, അതങ്ങനെയായിരുന്നു. കറക്റ്റ് ആയിരുന്നു അത്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് പടം. പക്ഷെ എപ്പോഴെങ്കിലും നല്ലത് കിട്ടും. പക്ഷെ ഇപ്പൊ ഒരുപാട് പേര് കയറുന്നില്ലേ? ഇപ്പൊ നമ്മളിങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് ആശ്രയ രക്ഷ വാഴ സിനിമ അടിപൊളിയായിട്ടുണ്ട്. അതൊക്കെയാണ് ഒരു പ്രചോദനം, ഇൻസ്പിറേഷൻ. യൂട്യൂബേഴ്സ് വന്നിട്ടല്ലോ നമ്മുടെ ആവേശം സിനിമയിലെ ഹിപ്സ്റ്റർ പോലുള്ള ആൾക്കാർ. ഞാൻ ഹിപ്സ്റ്ററിനൊക്കെ ഞാൻ പറഞ്ഞു, ബ്രോ വീഡിയോ തന്നിട്ടുണ്ട്, താങ്ക് യു. അതുപോലെ കയറി വരും. അത് കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടാവും, ഉറപ്പല്ലേ? രണ്ടുപേരോട് അഭിനയിക്കാൻ പറ്റട്ടെ. അതെ, ഭയങ്കര ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ ഇടക്കിടക്ക് വീട്ടിലേക്ക് ഇരിക്കണമെങ്കിൽ അഭിനയിച്ചു നോക്കും പരസ്പരം. പ്രാക്ടീസ് ചെയ്യാറുണ്ടല്ലേ? പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പുള്ളിക്കാരിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാ ഇതിനോടായി, ഫുൾ അഭിനയത്തിനോടായല്ലേ? നല്ല ഇഷ്ടമാണ് പുള്ളിക്കാരിക്ക്. അപ്പൊ അക്ഷയ് ഈ ടിക്ടോക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? എന്തെങ്കിലും ഇങ്ങനെ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണോ? അതോ നേരത്തെ പറഞ്ഞ പോലെ സിനിമയാണ് ഞങ്ങളുടെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ യൂട്യൂബ് ആദ്യം തുടങ്ങിയത് ടിക്ടോക്കാണ്. അപ്പം ടിക്ടോക്ക് വഴി നമുക്ക് സിനിമയിൽ കയറുക എന്നുള്ളത് ഒരു എനിക്ക് തോന്നുന്നില്ല. ടിക്ടോക്ക് വഴി അങ്ങനെ സിനിമയിൽ കയറുന്നില്ല. അത് റീൽസിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകുന്ന ഒരു ഇതാണ്. പിന്നെ ഓൺ വോയിസിൽ ചെയ്യുന്നത്, ഞാനിപ്പോൾ ടിക്ടോക്ക് തുടങ്ങിയപ്പോഴും ഓൺ വോയിസിലാണ് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തത്. ആദ്യം നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ ഓൺ വോയിസ് എനിക്ക് മനസ്സിലായിട്ട് ഒരുപാട് പേര് പറഞ്ഞു, നീ സിനിമയാണ് നീ ഉദ്ദേശിക്കണമെങ്കിൽ നീ നിൻ്റെ ഓൺ വോയിസിൽ നിൻ്റെ ഓൺ പെർഫോമൻസിൽ നീ ചെയ്യണം. കാരണം നിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് ആൾക്കാരെ അറിയണം. നീ വേറെ സൗണ്ടിൽ അഭിനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ അത് വിചാരിച്ചിരിക്കുള്ളൂ. അല്ലെങ്കിൽ നീ വേറൊരു നടനെ ഇമിറ്റേറ്റ് ചെയ്താൽ അതിൽ മാത്രമേ കാര്യമുള്ളൂ. നീ അഭിനയിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഓൺ വോയിസിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. ടിക്ടോക്കിൽ അത്യാവശ്യം നല്ല റീച്ചായിരുന്നു, എല്ലാം നല്ല റീച്ചായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ടിക്ടോക്ക് നിർത്തി പോയ സമയത്ത് തകർന്നു പോയി. ന്യൂസിലൊക്കെ ഏഷ്യൻ ന്യൂസിലൊക്കെ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായി ഈ ടിക്ടോക്കിന്റെ നിർത്തിപ്പോയ സമയത്ത്. അപ്പൊ എനിക്ക് അത് കണ്ടിട്ട് സങ്കടം വന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. അന്ന് എനിക്ക് ഉറക്കം പോലും മനസ്സിലായില്ല. രാത്രിയൊക്കെ നല്ല കരച്ചിലായിരുന്നു. എന്ത് ചെയ്യും എന്താ പറയും. അപ്പൊ ഇൻസ്റ്റാഗ്രാം ഓൾറെഡി യൂസ് ചെയ്യണമെങ്കിൽ പോലും ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആക്കിയിട്ട് മാറ്റണം എന്ന് നമ്മൾ റീൽസ് അത് കറക്റ്റ് സമയത്ത് ഇൻസ്റ്റാഗ്രാം റീൽസ് കൊണ്ടുവന്നുള്ളതാണ്. അപ്പൊ ആ ടൈമിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ആകെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഈ പഴയ ഫോട്ടോസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ എവിടെയിലേക്ക് പോകുമ്പോൾ വല്ല ഫോട്ടോസ് അങ്ങനത്തെ ഇടുന്ന അല്ലാണ്ട് കൂടുതൽ യൂസ് ചെയ്യണത് അന്ന് ഫേസ്ബുക്ക് തന്നെയാണ്. അപ്പോൾ ആ ടൈമിലാണ് പിന്നെ യൂട്യൂബ് ഒരു പ്ലാറ്റ്ഫോം ആക്കി എടുത്തതും
യൂട്യൂബിൽ ഇപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി? ഇപ്പൊ 5 lakh ആകാൻ പോകണം. അടിപൊളി, അത്രയായില്ലേ? അത് കുറവാ, ശരിക്കും ഭയങ്കര പയ്യെ കയറണേ. കാരണം ഇതിന്റെ ഒരു അൽഗോരിതം നമ്മൾ ഫോളോ ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിലും വല്ലാണ്ട് അൽഗോരിതം. അത് സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ഈ യൂട്യൂബിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഷോർട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഷോർട്സ് ഡൗൺ ആയി കിടക്കായിരിക്കും. അപ്പം എൻ്റെ ലോങ് വീഡിയോസിൻ്റെ ഇതെന്ന് പറഞ്ഞാലും ഭയങ്കര റീച്ച് ആയിരിക്കും. ലോങ് വീഡിയോസ് ലോങ് വീഡിയോസ് അപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ല കത്തും, ഷോർട്സ് കത്തൂല. അത് പിന്നെ ഷോർട്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഷോർട്സ് ഇടാന്ന് പറഞ്ഞാൽ ഷോർട്സ് ഒരു 5-6 ഇട്ട് കഴിയുമ്പോഴേക്കും ഷോർട്സ് കത്തി വരും. കത്തി വന്നു കഴിയുമ്പോൾ ഓക്കെ ഷോർട്സ് കത്തി, ഇനി ലോങ് വീഡിയോ ഇടാം. ലോങ് വീഡിയോ പോയി. അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ലോങ് വീഡിയോ ഇട്ടിട്ട് അതിനകത്തുനിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള പോർഷൻസ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഷോർട്സ് അങ്ങനെ ഇടുക. ഇപ്പൊ അത് അങ്ങനെ റീച്ച് ആവുന്നുണ്ടല്ലോ. അങ്ങനെയാണ് കൂടുതൽ ചെയ്തു വരുന്നത്. അക്ഷയ് അതുപോലെ തന്നെ ആരും അറിയാത്തൊരു അക്ഷയായിരുന്നു. ഇപ്പം അക്ഷയ് എല്ലാവർക്കും അറിയാം. എനിക്കൊന്ന് പുറത്ത് നിങ്ങളിപ്പോ ഇറങ്ങിയാലും അത്യാവശ്യം എല്ലാവരും നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? സെൽഫി എടുക്കാനൊക്കെ വരുന്നില്ലേ? അമ്മ എടുത്ത് തരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഫീൽ എങ്ങനെയാണ്? അത് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണല്ലോ. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സന്തോഷം. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഇപ്പം ഞാനും അമ്മമ്മയൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് വന്ന് നമ്മുടെ അടുത്തുനിന്ന് സംസാരിക്കും, ഫോട്ടോ എടുക്കും. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷമാണ്. ഞാൻ ശബരിമലയ്ക്ക് പോയിട്ട് ശബരിമല ഞാൻ ചോദിക്കാതിരിക്കുന്നു. ശബരിമല പോയിട്ട് എന്താക്കി അവിടെ? അയ്യപ്പനെ കണ്ടോ? അയ്യപ്പനെ കണ്ടു. ബാലികപ്പുറത്ത് ചെന്നപ്പോ തന്നെ നമുക്ക് ആരാധകരുണ്ടായിരുന്നു. എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. ഞാൻ അതിന്റെ ഒരു വീഡിയോ ഉണ്ട്, എന്നെ എടുത്തോണ്ട് പോകുന്ന വീഡിയോ. നുണ പറയണ ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മലയ്ക്ക് പോയിട്ട്? അടിപൊളിയായിരുന്നു. ഭയങ്കര കോൺഫിഡൻസ് ആണ്. കേറണമെങ്കിൽ മല കയറണോടാ, നടന്ന് തന്നെ കയറണം. അവിടെ ഗണപതി അമ്പലം ആ നട കണ്ടപ്പോ തന്നെ ഇങ്ങനെ എന്നെ കൊണ്ട് ഇത് പറ്റുമോ? ടോളി വിളിക്കാം, ടോളി വിളിച്ച് കൊണ്ടുപോയി. അതെ അപ്പോഴത്തെ വീഡിയോ പക്ഷെ തിരിച്ചിറങ്ങി ഞാനിങ്ങനെ നിന്ന് എന്നെ ഇങ്ങനെ പിടിച്ച് മറ്റേ ഇറുക്കി പിടിച്ചോണ്ട് പിടിച്ചേക്കാം. ഞാൻ ഷർട്ടിന്റെ കോളറുമേ പിടിച്ചു, കൈമേ പിടിച്ചു. പക്ഷെ ഇറക്കമാകുമ്പോ നമ്മളല്ല. പുള്ളിക്കാരി ഇറങ്ങി താഴെ എത്തി. താഴെ എത്തി കഴിഞ്ഞപ്പോ ഓരോ വളവ് എത്തുമ്പോൾ ഞാൻ പറയും ഇനി എന്തോരം ഉണ്ടോ നിൽക്കരുത്. ഇനി പറയും പേടിയണ്ട, 1 കിലോമീറ്റർ കൂടിയുള്ളൂ. 1 കിലോമീറ്റർ. പിന്നെ 2-3 നല്ല വണ്ണമൊക്കെ ഉള്ള ആൾക്കാർ വന്ന് എന്റെ കാല് തൊട്ട് തൊഴുതേക്കണോ. ഞാൻ ചോദിച്ചു എന്തിനാ എന്റെ കാല് തൊട്ട് തൊഴുതാൻ? അതെന്തിനാ തൊഴുതേര്? അത് ഒരു റെസ്പെക്ട് കൊണ്ടാണ്. ഇത്രയും പ്രായമായിട്ടും മല എനിക്ക് ഇത്ര പ്രായമായിട്ടും വയ്യായിക ഉണ്ടായിട്ടും ശബരിമലയ്ക്ക് വരാനുള്ള സന്മനസ് ഉണ്ടായല്ലോ. അപ്പൊ അമ്മച്ചിട്ട് കാല് തൊട്ട് തൊട്ടേന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷമായിട്ടുള്ളൊരു കുറെ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത് ഞാൻ എൻ്റെ സ്കൂളില് യൂത്ത് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാൻ പോയാണ് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായത്. പഠിച്ച സ്കൂളിൽ തന്നെ ചെല്ലുമ്പോൾ ഭയങ്കരമായ ഫീലാണ്. അടിപൊളിയാണല്ലേ? അത് യൂത്ത് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനമാണ് ചെയ്തത്. വിദ്യാധിരാജ എന്നാണ് എൻ്റെ സ്കൂളിൻ്റെ പേര്. ആലുവയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്കൂളാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് എല്ലാം തുടങ്ങണത്. എൻ്റെ മോണാക്ട് ആയാലും മിമിക്രി ആയാലും എല്ലാം അവിടെ നിന്ന് തന്നെയാണ് തുടങ്ങണേ. അവിടുത്തെ ടീച്ചർമാരൊക്കെ എന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഒന്നും പഠിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോട്ടെ എന്നുള്ള രീതിയിൽ നല്ല ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവിടെ നിന്ന് നമ്മൾ കഴിവുകൾ അവിടെ നിന്ന് സംഭരിച്ച് വന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്നോട് ഇനോഗ്രേഷൻ വിളിച്ചതും. ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ പഠിച്ച സ്കൂളിൽ പോയിട്ട്, കാരണം ഈ സ്കൂളിൽ ഞാൻ ഇതിനു മുമ്പ് ഈ ഇനോഗ്രേഷന് മുമ്പ് ഞാൻ ആ സ്കൂളിലേക്ക് കടന്നു നിന്നത് എൻ്റെ സിനിമ കാണാൻ നിങ്ങളെല്ലാവരും വരണം എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് ഞാൻ വിചാരിച്ചില്ല ആ സ്കൂളിലേക്ക് എനിക്ക് ഇതേപോലെ സന്തോഷമായിട്ട് കയറി ചെല്ലാൻ പറ്റുമെന്നോ. ഞാൻ ടീച്ചർമാരുടെ മുമ്പിൽ അല്ലെങ്കിൽ ആ സിനിമ കാണാൻ പറ്റണം എന്ന് പറഞ്ഞ വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഞാൻ എന്ത് പറയുന്നത് എനിക്കറിയാൻ പാടില്ല. ഭയങ്കര സങ്കടമായി പോയി. അപ്പം ഞാനിട്ട് വീട്ടിൽ പറയുകയും ചെയ്തു, ഇനി ഏതെങ്കിലും ഒരു സിനിമ, അത് നല്ലൊരു സിനിമ ചെയ്തിട്ട് അത് തിയേറ്ററിൽ ഇറങ്ങിയതിന് ശേഷം ഞാൻ സ്കൂളിലേക്ക് പോവുള്ളൂ. അങ്ങനെ ഉറപ്പിച്ചത് ഞാൻ. പക്ഷെ അതിന് മുമ്പ് യൂത്ത് ഫെസ്റ്റിവലിന് എന്നെ വിളിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. ഞാൻ കണ്ടു ആ വീഡിയോയില് എന്തൊക്കെയോ പ്രസംഗിക്കുന്നുണ്ടായിരുന്നല്ലോ അവിടെ. തകർത്തോ? അവിടുത്തെ ഇറങ്ങി പോയപ്പോഴാണ് അവിടുത്തെ ടീച്ചർമാര് പറഞ്ഞായിട്ട് ഒരു ടീച്ചർമാരെയും വെറുതെ വിട്ടിട്ടില്ല. അത് എല്ലാ ടീച്ചർമാരെയും പറ്റി കുറ്റം പറഞ്ഞതാണ്. എന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു.
പൊക്കി പറഞ്ഞാലോ. കാരണം ശരിക്കും സത്യം വിശ്വസിച്ചു. ഇപ്പൊ ലാസ്റ്റ് ഞങ്ങളുടെ ഈ ഇതുണ്ടായി ഈ അലുമിനി, അവ ഈ പഠിച്ചു പോയ സ്റ്റുഡൻസ് ഒക്കെ അപ്പൊ ഈ പഠിപ്പിച്ച് പിള്ളേരെ കൂടെ പഠിപ്പിച്ചിട്ട് പിള്ളേരൊക്കെ വന്നപ്പോൾ ടീച്ചർമാരെ കിട്ടി ഇത് ഇവൻ ഇത് വെച്ചാൽ. പക്ഷെ എന്നെ കണ്ട് പറയും അത് ഈ പഠിക്കാത്ത വേറൊരു ഫ്രണ്ടിനെ ഒക്കെ കണ്ടു കഴിയുമ്പോ ആ എടാ നീ ഇപ്പോഴും നീ എന്താ ചെയ്യണേ, അത് പഠിക്കാത്ത പിള്ളേർ ഇപ്പോഴും അങ്ങനെയാണ്. അതങ്ങനെയാണ് തീർച്ചയായിട്ടും. പരിഗണനയാണ്, പ്രത്യേക പരിഗണനയാണ്. നിങ്ങൾ രണ്ടുപേരും ഒരാൾ പാട്ട് പാട്. അക്ഷയ് പാടണ്ട, അമ്മ പാട്ടെ. ഒരു പാട്ട് പാടൂല്ലേ? പാട്. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനുക്ക്. നീ ചിരിപ്പിക്കല്ലേ, നീ ചിരിപ്പിച്ച ഇടയ്ക്ക് വെച്ചാ അത് പഠിക്കോ നീ പാടില്ല. അമ്മ പഠിക്കോ, ഞാൻ പഠിക്കോളാം. 1 2 3 സ്റ്റാർട്ട്. അപ്പങ്ങളെമ്പാടും ചുട്ടത് ഒറ്റയ്ക്ക് ചുട്ട്. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനിക്ക. അമ്മായി പൊന്നമ്മായി മരുമോന്റെ കൊച്ചമ്മായി കച്ചവടം പൊട്ടിയപ്പോ. അക്ഷയ് വല്ലാണ്ട് ആ പാട്ടിനെ നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ നീ തന്നെ അല്ലേ? കുഴപ്പമില്ല, എന്നാലും പാടാ പറഞ്ഞപ്പോ പാടിയില്ലേ? മാപ്പിള പാട്ടാക്കി കളഞ്ഞ മാപ്പിള പാട്ടായി, എന്നാലും കുഴപ്പമില്ല. എന്നാലും പാടിയില്ലേ പാടാ പറഞ്ഞപ്പോ? ആ അതാണ് മിക്കാരും മറ്റേ ഇത് വരും യൂട്യൂബിൽ ആൾക്കാർ കമ്പോസ് ചെയ്തത് മിക്കാറും മാപ്പിള പാട്ടാക്കും. എന്നാലും കുഴപ്പമില്ല, പാടില്ലേ? തെറ്റിപ്പോയി അല്ലേ? തെറ്റിപ്പോയോന്നാ? ചിരിച്ചട്ടാണ് പോലെ അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞേ ഇന്നലെ പറഞ്ഞു ഇന്റർവ്യൂവിന് പോകുമ്പോ പാട്ട് പാടിക്കൂട്ടാ, പഠിച്ചു വെച്ചോ. ഏത് പാട്ടാ ഞാൻ പറഞ്ഞേ? കാരണം ഏത് പാട്ട് അറിയാം, ട്രെൻഡിങ്ങിലുള്ള പാട്. അപ്പൊ പുള്ളിക്കാരിക്ക് ഈ തിരുവാതിര പാട്ടൊക്കെ അറിയാം. അജിതാഹാര പാട്ട് എന്ന് പറഞ്ഞു. ഇതാരം അന്ന് നമ്മള് പാടിയില്ലേ? ആ വീഡിയോ എവിടെയാ? അജിതാഹര അത് പാടാൻ പാട്ട് പാടാൻ വേറെ പാടാ എന്നിട്ട് അതറിയാം. അപ്പൊ ഞാൻ പറയാം എല്ലായിടത്തും പാട്ട് പാടാൻ പറഞ്ഞ പാട്ട് പാടുവോ? ഞാൻ കൊളാക്കാം മിണ്ടാന്നോളാം. പാടിക്കോ. അജിതാഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവാ പലദീനമായി ഞാനും ബലഭദ്രാനുജ നിന്നെ നലമോടു കാൺമാതെന്നു കളിയല്ല രുചിക്കുന്നു കാല വിഷമം കൊണ്ട് കാമം സാധിച്ച ദില്ലേ നീല നീരജ വർണ്ണ കമലദളരുചിര നയന ഹരേ മാധവ വിഷ്ണു. അടിപൊളി, നന്നായിട്ടുണ്ട്, നല്ല ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഇത് അക്ഷയ ഇടയ്ക്ക് കയറാത്തോണ്ട് അതിൻ്റെതായ ഭംഗിയിലാൻ പാട്ട് തീർന്നു. പിന്നെ ഇത് രാവിലെ മുതലിരുന്ന് ഞാൻ പറഞ്ഞതാ എല്ലാ സ്ഥലത്തും അതല്ലേ ഇതല്ലേ പാട്ടിനെ മറ്റു പാട്ട് പാടും. എന്നിട്ട് ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ കൈകൊട്ടി പാടുണ്ട്. അപ്പങ്ങാലമ്പാടു മൊറ്റയ്ക്ക് ചുട്ടമ്മായി. അപ്പൊ മാപ്പിള പാട്ടാക്കിയത് കുഴപ്പമില്ല, പാടിയില്ലേ? പാടാൻ പറഞ്ഞത് പാടിയില്ലേ അല്ലേ? പിന്നെന്താ പാടാനൊക്കെ ഇഷ്ടാ. ചിലപ്പോ ഈ പാട്ടൊക്കെ കേട്ടുമ്പോ ഞാൻ ഫോണിൽ ഇതിന് പാട്ട് ചെയ്യുമ്പോ പഴയ പാട്ടൊക്കെ വെക്കുമ്പോ ഇതാ പാട്ടല്ലേ എന്ന് വെച്ചാടാ അത് റിവൈൻഡ് ചെയ്ത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക പാട്ടൊക്കെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മളിങ്ങനെ ചെറുപ്പത്തിലെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ പെട്ടത് പഠിക്കുമായിരുന്നു. ഞാൻ പാട്ടൊക്കെ പാടുമ്പോഴേ സിനിമയ്ക്ക് പോകണം തന്നെ പാട്ട് ദിവസം പഠിക്കാനായിരുന്നു അന്നൊക്കെ പണ്ടൊക്കെ.
പിന്നെ നമ്മുടെ ജീവിത രീതി അങ്ങോട്ട് മാറിയപ്പോൾ എല്ലാം അങ്ങോട്ട് മാറിയല്ലോ. അപ്പം പിന്നെ പാട്ടിലേക്കൊന്നും അങ്ങനെ ശ്രദ്ധയുണ്ടായില്ല. അപ്പം നമ്മൾ അന്നൊക്കെ പാടിക്കൊണ്ട് നടന്ന പാട്ട് ഇവൻ്റെ ഫോണിൽ ചിലപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഞാൻ കേൾക്കുമ്പോൾ ഞാൻ ഓടി ചെല്ലുടാ കേക്കട്ടടാന്ന് പഴയ പാട്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഓർമ്മകൾ. അങ്ങനെ ഇതാരെ ഞാൻ മറന്നു കിടന്നായിരുന്നു. ഒരു ദിവസം അങ്ങനെ ഒരു വരി പേടിപ്പോ എടാ ഒന്ന് വച്ചടാ അത് കേക്കട്ടടാ അത് പറഞ്ഞ് ഞാൻ ചെന്നു. അപ്പൊ എന്നെ കേൾപ്പിച്ചു തന്നു. അപ്പൊ എനിക്ക് ഓർമ്മ കിട്ടി. തിരുവാരയൊക്കെ അന്ന് പണ്ടൊക്കെ ഉണ്ടല്ലോ കളിക്കും. ഇപ്പൊ ആര് തിരുവാര കളിക്കും? ഇപ്പൊ ഓണത്തിന് പണ്ടത്തെ തിരുവാര അല്ല, ഇപ്പൊ ഫാഷൻ മാറിയ തിരുവാരയാ. കാലം മാറി. അത് തന്നെ. പണ്ടുള്ള തിരുവാരയല്ല ഇപ്പൊ അല്ലേ? അല്ല പണ്ടെന്ന് പറയുമ്പോ എത്ര വർഷം പോയിട്ട് അല്ല, എന്റെ ഒക്കെ ചെറുപ്പത്തിലുള്ള തിരുവാരയല്ല ഇപ്പൊ. അതെനിക്കറിയത്തില്ല. അല്ല പാട്ടും ആ ചോടുവയ്പും എല്ലാം വ്യത്യാസമുണ്ട്. അടുത്ത് വരുന്ന ഓണത്തിന് ഒരു തിരുവാതിര ആഘോഷിക്കണല്ലോ. ഇനി തിരുവാതിര ഒന്നും ഞാൻ കളിക്കൂല. ഒരു കാര്യം ചെയ്യും, ഒരു വീഡിയോ ചെയ്യും, അതിലൊരു തിരുവാതിര വെച്ചാൽ മതി, കളിച്ചോളും, റെഡി ആയിരിക്കും കളിക്കാൻ. തിരുവാതിര ഒന്നും ഇനി വേണ്ട. ഓണം എന്നൊക്കെ പറയണത് പണ്ടത്തെ ഓണമല്ലേ ഓണം. ഇപ്രാവശ്യം ഇപ്പൊ എന്താ ഇപ്പൊ പൂക്കൾ പറഞ്ഞ പോലും പ്ലാസ്റ്റിക്കിന്റെ വാങ്ങിച്ച് ഉമ്മർത്തിടയിലാണ്. അതന്നെ. പണ്ടൊക്കെ നമ്മള് ഓണസദ്യ ഓണം കഴിഞ്ഞ് നമ്മള് ഓണം കളിക്ക് പോകും. ഓണക്കളിയൊക്കെ നമ്മളെല്ലാവരും കൂടി തിരുവാതിര ഓർഡർ ചെയ്താൽ മതി. ഏതൊരു ഷോപ്പിന്റെ ഫ്രണ്ടിലായിട്ടാ അങ്ങനെ ഓണത്തിന് മറ്റേ വാങ്ങിക്കാൻ കിട്ടും. ഓണത്തിന് എല്ലാം സെറ്റായിട്ട് എല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ, എല്ലാം സെറ്റായിട്ട് അങ്ങനെ വാങ്ങിച്ചു. ലാസ്റ്റ് തലമുറ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞങ്ങളെയൊക്കെ തന്നെ ആയിരിക്കും തോന്നുന്നു. 90s കിട്ടുന്നൊക്കെ പോലെ കളിയാക്കി വിളിക്കല്ലേ? ഞാൻ 90s കിട്ടാണ്. അല്ല അവരാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ. പിന്നെ 2002, 2003 അവരൊക്കെ ചിലപ്പോ കുറച്ചും കൂടി അനുഭവിച്ചിട്ടുണ്ടാകാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ പൂ പറിക്കാൻ പോയ ഓർമ്മയുണ്ട് എനിക്ക്. ചെറുപ്പത്തിൽ സൈക്കിളോട്ടി ബോൾസം, ഞങ്ങളവിടെ വലിയൊരു ഗാർഡൻ പോലത്തെ ഒരു സംഭവം ഉണ്ടായി, മഹിളാലയം എന്ന് പറഞ്ഞത്. അവിടെ സൈക്കിളോട്ടി പോയി ഫ്രണ്ട്സായിട്ട് കൂട്ടിൽ ബോൾസം പറിക്കൊണ്ടുവന്ന് എന്നിട്ട് രാവിലെ പൂവിട്ടതിന് ശേഷം പൂവിടാൻ പോകുന്നതിന് മുമ്പ് തൃക്കാക്കരപ്പനൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ, എന്നിട്ട് ഓണത്തിൻ്റെ അന്ന് മറ്റേ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കും, പഴമൊക്കെ വെച്ചിട്ടുണ്ടാവും, മാവേലി വന്ന് തിന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നതാണ്. അല്ല ഇപ്പോഴും നമ്മള് പൂവിടൊക്കെ ചെയ്യും. പൂവിട ഓണങ്ങളൊക്കെ ചെയ്യും. എല്ലാം ഉണ്ടാവില്ല വീട്ടിലാണ്, ഈ വട്ടം ഇല്ലെന്നല്ലേ ഉള്ളൂ. അമ്മമ്മക്ക് എങ്ങനത്തെ വീഡിയോ ചെയ്യാൻ ഇഷ്ടം കൂടുതലും? അമ്മാമ്മയ്ക്ക് കൂടുതലും എങ്ങനത്തെ ഇഷ്ടം? എല്ലാ വീഡിയോസിലും ചെയ്യുന്നുണ്ട് പുള്ളിക്കാരിക്ക്. അങ്ങനെ ഇങ്ങനെ ഇല്ലാന്ന് എനിക്ക് തോന്നണേ. അങ്ങനെ ഒന്നുമില്ല. എനിക്ക് അച്ചു ചെയ്യാൻ പറയണത് അവിടെ ചെയ്യും. എന്താ അച്ചു എന്ന് വിളിക്കണേ തന്നെ. അച്ചു എന്ത് പറഞ്ഞാലും അത് റെഡിയാണ്. പുള്ളിക്കാരില്ല ഒന്നും നോ പറയൂല കേട്ടാ എൻ്റെ അടുത്ത്. ഇപ്പൊ ഞാൻ ഒട്ടും വിചാരിക്കാത്ത കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരി വളർന്നു വന്ന സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ കൃഷി പാടം. പിന്നെ പുള്ളിക്കാരുടെ വേഷം എന്ന് പറഞ്ഞാൽ ഒരു പാവാടയും ഒരു ബ്ലൗസും ഒരു തോർത്തും കൊണ്ടുമായിരുന്നു പുള്ളിക്കാരുടെ വേഷം. അങ്ങനെ ജീവിച്ച ഒരു ആള് ഒരിക്കലും ഒരു ഫാഷൻ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഞാൻ വിചാരിച്ചില്ല. ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടം തന്നെയാണ് കേട്ടോ ഹിപ്പ് ഹോപ്പ്, തങ്ക, എന്താണ്. പിന്നെ ഞങ്ങളൊരു ഷോപ്പിന്റെ പരിപാടി ചെയ്തത്. അങ്ങനെ ഒരുപാട് പുള്ളിക്കാരി ഈ പറഞ്ഞ പോലെ കാർഗോയും ടീഷർട്ടും കണ്ണടയും തൊപ്പിയൊക്കെ ബ്രോ എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചില്ല പുള്ളിക്കാരിക്ക് അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ടെങ്കിൽ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടുന്നു. കൂടുതൽ അതാണ് ഇഷ്ടം. ഞാൻ പറയും അതാക്കിക്കോ, ആൾക്കാരെന്ത് പറയുന്നു പറയും. ആൾക്കാരെന്ത് പറയുന്നതൊക്കെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ആൾക്കാരെന്തോന്ന് പറയാനാ. അല്ല എനിക്ക് വീട്ടില് സെറ്റും കൊണ്ട് സാരി, അതൊരു പ്രത്യേക ഐശ്വര്യം തന്നെ ആയിരിക്കും അല്ലേ? സെറ്റും കൊണ്ടൊക്കെ എടുത്തിട്ട് ഇപ്പോഴും അപൂർവമാണോ സാരി കൊടുക്കുള്ളൂ, സെറ്റ് കൊണ്ടാണ് മിക്കപ്പോഴും. അപ്പൊ അക്ഷയ്ക്ക് ഇത്രയും നേരം അക്ഷയുടെ ഒരുപാട് സന്തോഷങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തു. അങ്ങനെ വിഷമം തോന്നിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും ജീവിതത്തിൽ? വിഷമം തോന്നിയെന്ന് പറഞ്ഞപ്പോ വിഷമമില്ലാത്ത മനുഷ്യനില്ലല്ലോ. അതില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തതിൽ ഒന്നാണത്. അത് ഇഷ്ടംമാതിരി ഉണ്ടാവും. നമ്മൾ ഇപ്പൊ ആലോചിച്ച് കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി ഫീൽ ചെയ്യുമ്പോൾ എന്തോരം ഉണ്ടാവും. നമ്മുടെ ലൈഫിൽ ഇഷ്ടംമാതിരി ഉണ്ടാവും. പറഞ്ഞാൽ നിർത്തൂല, ചോദിക്കണ കേട്ടോ, നിർത്തൂല. നിനക്കൊരു 5-10 എപ്പിസോഡ് ഇട്ട് അപ്പൊ എൻ്റെ ലൈഫിൽ എനിക്ക് സങ്കടം വന്ന ഞാൻ പറഞ്ഞ പോലെ ആ ഫ്രണ്ട്, കാരണം അവനറിയാം ഞാൻ അവൻ്റെ കൂടെ നടക്കണതാ, എപ്പോഴും അവൻ്റെ കൂടെ നടക്കണതാ, എപ്പോഴും അവൻ്റെ കൂടെ. ഞാനിത് അമ്മ ഇരിക്കണ പോലെ എപ്പോഴും ഒരേ ബെഞ്ചിൽ
എന്തും ഷെയർ അപ്പൊ ആളെന്താ ഷോർട്ട് ഫിലിം എടുത്തോ? ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ കാണുമ്പോൾ പൊണ്ണി മനസ്സിലാവും. എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ടത്. ഇനി ഒരിക്കലും അവന്റെ അടുത്ത് ആരും ഒന്ന് ചോദിച്ചാലും അവൻ അവസരം കൊടുക്കാതിരിക്കില്ല. അല്ല, അവൻ രാഗണ്ടാവും. ഇവൻ എന്ത് ഞാൻ എനിക്ക് പറഞ്ഞിട്ട് അല്ല, അത്രയ്ക്കും ഫീൽ ചെയ്തോണ്ടല്ലേ? അത്ര ഫീൽ ചെയ്തോണ്ട അങ്ങനെ ചോദിച്ചിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഷോർട്ട് ഫിലിമിൽ എടാ നിനക്കൊറ്റ റോളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലാവും. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എടാ ഇത് ശരിയാവില്ല, നീ അത് ചെയ്ത് ശരിയാവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ അതിൻ്റെ റീസണൊന്നും പറഞ്ഞില്ല. എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന ഇഷ്ടംമാതിരി കഥാപാത്രങ്ങൾ ഞാനത് കണ്ടു റിലീസായിട്ടും. ഞാൻ ചോദിച്ചു എടാ അതെന്താ എനിക്ക് തരാഞ്ഞേ? എടാ അത് ഞാൻ ആലോചിച്ചില്ല, ഞാൻ ഓർത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പം എനിക്ക് മനസ്സിലായി അവോയ്ഡ് ചെയ്യാനാണെന്ന് മനസ്സിലായി. ഞാൻ അതിനെ ഒരുപാട് ഫോഴ്സ് ചെയ്തില്ല. സങ്കടങ്ങൾ ഇഷ്ടമായി ഉണ്ട്. ഇപ്പം എന്താ പറയുക, മൊത്തം ഒരുപാട് സങ്കടങ്ങളുണ്ട്, പറയുകയാണെങ്കിൽ തീരില്ല. വേണ്ട പറയണ്ട, ഞാൻ ഒന്നും ഓർമ്മിക്കുന്നില്ല. ഇപ്പൊ സന്തോഷമായിട്ടിരിക്കല്ലേ? അങ്ങനെ തന്നെ ഇരിക്കട്ടെ. രീതിയിൽ പോകണം. അക്ഷയ്ക്ക് പ്രണയങ്ങൾ എന്തെങ്കിലും? എനിക്ക് പറയാമില്ല. അപ്പൊ പറ എന്തെങ്കിലും. ഒരു ചെറുതായിട്ട് പറഞ്ഞപ്പോ ഒരു പൊട്ടി പൊളിച്ച് വന്നുണ്ട്. അത് പോയി. അത് മുളയ്ക്കുന്ന പോയാ? പോയിട്ടോ പോയിട്ടൊന്നും ഇല്ലത് പറയണ അതിനൊന്നും അറിയാൻ പാടില്ല. അയ്യോ വലിയ പ്രശ്നം എനിക്കില്ല സത്യം. ഇല്ല ഉണ്ടായിരുന്നു, പോയി. സിംഗിൾ പ്രസംഗയാണോ ഇഷ്ടം? സിംഗിൾ പ്രസംഗയാണ്. അത് പറയാൻ മാത്രമേ രസം ഉണ്ടാവുള്ളൂ. സിംഗിൾ റെഡി ടു മിങ്കിൾ ആണ്. പ്രപ്പോസലൊക്കെ വരാറുണ്ടോ? മറ്റേ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഫാൻസ്? പ്രപ്പോസലായിട്ട് അങ്ങനെ എനിക്കിഷ്ടമാണ് എന്ന് ആദ്യം ആരും പറയൂലല്ലോ. ചേട്ടൻ്റെ വീഡിയോസ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ചേട്ടനെ കാണാൻ നല്ല ഭംഗിയാണ്, ഭയങ്കര ക്യൂട്ടാണ്, അഭിനയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പറയും. പക്ഷെ അതിന് നമ്മൾ ഇഷ്ടമായിട്ട് വ്യാഖ്യാനിക്കണില്ല. ആ ഇഷ്ടം വേറെ, ഈ ഇഷ്ടം വേറെ. ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളെയാണ് അവർ ഇഷ്ടപ്പെടണേ. ചിലപ്പോൾ എന്നെപ്പോലെ ഒരാളെ എനിക്കറിയില്ല. അങ്ങനെയല്ല ചോദിച്ചത്. കഥാപാത്രങ്ങൾ വേറെ, റിയൽ ലൈഫിൽ വേറെ ഉള്ളൂ. അത് ശരിയല്ല, നമുക്ക് സംസാരിച്ച് നമുക്കൊരു കണക്ഷൻ ഒക്കെ തോന്നണ്ടേ? ഒരു പക്ഷെ ഞാൻ അഭിനയിച്ചതൊരു കഥാപാത്രമായിരിക്കാം. ചിലപ്പോൾ മെസ്സേജ് അയക്കാനായിട്ടുണ്ടായ തുര. അല്ല, ഒരാൾ മെസ്സേജ് നമുക്ക് അങ്ങോട്ട് കയറി ഒന്നും ചോദിക്കാൻ പറ്റില്ല. അതില്ല. അപ്പൊ ഞാൻ മാക്സിമം എല്ലാ മെസ്സേജിനും റിപ്ലൈ കൊടുക്കണം. കണ്ട കുറെ ഒന്നും വന്നൂല്ല ഇപ്പോ. അത് ഇൻസ്റ്റാഗ്രാം തന്നെ കുറെ ഒരു 5 ദിവസം 6 ദിവസം കഴിഞ്ഞ മെസ്സേജ് എനിക്ക് വരുന്നത് ഇപ്പോഴായിരിക്കും. ഞാൻ കൊറേ റീഫ്രഷ് ചെയ്ത് നോക്കും. ലാസ്റ്റാണ് റീഫ്രഷ് ചെയ്യാറുണ്ടല്ലേ? വന്നുണ്ട്, ഇഷ്ടംമാതിരി വന്നുണ്ട്. ഇത് ഇങ്ങനെ ഒരുപാടായിട്ടാന്ന് തോന്നണം. ഇങ്ങനെ അപ്പൊ പ്രണയങ്ങളൊന്നും ഇല്ല, സിംഗിൾ ആണ്. സിംഗിളാണ് ഞാൻ. ചേട്ടനുണ്ട്, ചേട്ടന്റെ കഴിഞ്ഞിട്ട് വേണം. അല്ല, ചേട്ടൻ കല്യാണം കഴിഞ്ഞിട്ട് വേണം. മാരീഡ് അല്ല? അല്ല. എവിടെ ചേട്ടൻ? എവിടെ? ചേട്ടൻ ഇപ്പൊ ന്യൂസിലാൻഡില്, ഇപ്പൊ നാട്ടിലുണ്ട്. നാളെ പോവാണ്. അപ്പൊ കല്യാണം ഇപ്പൊ ഉടനെ ഇല്ല? ഇല്ല, നീ പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കെട്ടിട്ടാണ് എനിക്ക്. പിന്നെ ചേട്ടന് വേറെ ചേട്ടൻ അനിയനും ഉണ്ട്. അതെന്ത് ചെയ്യുന്നു? അതിപ്പോ BSW കഴിഞ്ഞു, MSW ഇപ്പൊ ചേർന്നു പഠിക്കുന്നു. അച്ഛനമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നില്ല? കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് ഇപ്പൊ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ചേട്ടന് 27 വയസ്സ് അല്ലേ? അതല്ലല്ലോ പറഞ്ഞു, അത് നേരത്തെ ചോദിക്കുമ്പോ പറയണ്ടേ. ചേട്ടന് 27 വയസ്സ്. ചേട്ടന് 27 വയസ്സ്. അക്ഷയ്ക്ക് 25 വയസ്സ്. എനിക്ക് 25. സമയമുണ്ട്. 25 ആയിട്ടുള്ളൂ. ചേട്ടന് 2 കൊല്ലം കഴിഞ്ഞിട്ട് മതി. അക്ഷയ് ലോക്ക് 25. അപ്പൊ എനിക്ക് 28 വയസ്സായി. അത് വേണ്ട, 28 ഇപ്പഴേ നോക്കിയാൽ 28 വയസ്സാകുമ്പോ കിട്ടുള്ളൂ കേട്ടോ. അതെ, ഇപ്പൊ എല്ലാ പെൺകുട്ടികൾക്ക് ലൈൻ ഉണ്ടെന്നേ. ഇനിയിപ്പോ പഴയ പോലെ വല്ല LKG മുമ്പിൽ പോയി ഇങ്ങനെ നിൽക്കുന്നവരും അങ്ങനൊന്നും ഇല്ല. വരാനുള്ളത് സമയമാകുമ്പോ വന്നോളൂ. നല്ലത് തന്നെ വരട്ടെ. നല്ലത് തന്നെ വരും. അങ്ങനെ തന്നെ അനുമാനിക്കാം. എവിടെയെങ്കിലും ഒരെണ്ണം വച്ചുണ്ടാവും, അത് നമുക്ക് കിട്ടും. അതെ, നമ്മുടെ തലയിൽ എഴുതിയത് നമുക്ക് കറക്റ്റായിട്ട് കറങ്ങി തിരിഞ്ഞെങ്കിൽ എത്തും. വരും. നമ്മുടെ അടുത്ത് അതേ വരുള്ളൂ. അതല്ലേ നമ്മൾ എന്തോരം ആഗ്രഹിച്ചാലും നമുക്ക് വിധിച്ചേക്കണത് എങ്ങോട്ട് കിട്ടും. മറ്റേ എല്ലാ അരിയിലും തിന്നേണ്ടവന്റെ പേര് എഴുതിണ്ടെന്ന് പറയണല്ലേ. പക്ഷെ റേഷൻ അരിയിലൊക്കെ എഴുതിണ്ടെന്ന് പറയുമ്പോഴാന്ന് പറയൂലേ. എന്താ ഓർമ്മ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നത്. ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നതും സംസാരിക്കുന്നതും. പഠിക്കട്ടെ എന്താ പറഞ്ഞ പൊടി പൊടിക്കട്ടെ. അങ്ങനെ തന്നെ ആവട്ടെ. എന്തായാലും എനിക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റി വെച്ച് തന്നതിന് ഒരുപാട് നന്ദി. നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.